ഹലോ, ഇന്ന് എൻ്റെ അമ്മേൻ്റെ കട ഉദ്ഘാടനം ദിവസമാട്ടോ. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കട ഉള്ളത്. ഞങ്ങൾക്ക് ആദ്യം ഒരു കട ഉണ്ടായിരുന്നു. അത് ബിൽഡിങ് പോയപ്പം ഞങ്ങൾ വേറെ ഒരു കട ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് റോൾഡ് ഗോൾഡ്, പിന്നെ ബാഗ്, ഗിഫ്റ്റ് ഐറ്റംസ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞി കടയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. അത് നമുക്ക് ബലൂണ് പോലെയല്ലല്ലോ. അങ്ങനെ പോരെ. ആദ്യം ആയും പിന്നെ എൻ്റെ കേശുട്ടനുമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. കേശുട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തീൻ്റെ മോനാട്ടോ. അപ്പോൾ ഈ 3 പേരും കൂടിയാണ് ഉദ്ഘാടനം. 2 പേര് നാട മുറിക്കണം, ഒരാൾ വിളക്കും കത്തിക്കും. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പം ഇപ്പം ഞങ്ങൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലായിരുന്നു. ഒന്നിനും ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കട കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നാണ് ഉള്ളിലൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ബാനറൊക്കെ ബോർഡൊക്കെ വെക്കുന്നത് ഇന്നാണ്. കാരണം അതൊക്കെ ലേറ്റായിട്ടുണ്ടായിരുന്നു. കടൻ്റെ കുറച്ച് പണികളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. അപ്പം ഞങ്ങൾ നല്ലൊരു സമയം കിട്ടിയപ്പം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡിൻ്റെ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരാൾ താഴെ ഇറങ്ങ്. ലൈറ്റ് ആദ്യം ലൈറ്റ് എല്ലാം ഇട്. ഫാൻ ഓഫ് ചെയ്യിച്ച അപ്പുറത്ത്. അതെ. അപ്പുറത്തെ ഭാഗം അതിൽ ലഡ്ഡു അല്ലേ? തോന്നുന്നു അമ്മനെ. അവിടെ അടുത്തുള്ള കടയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിന്. പിന്നെ കണ്ടിട്ട് വഴിയിലൂടെ പോകുമ്പോൾ കണ്ടിട്ട് കയറിയ ആൾക്കാരുണ്ട്. വിട്ടുപോയ ആൾക്കാരൊക്കെ കണ്ടിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലഡ്ഡു, ചായ ഇതൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. വന്നവർക്കൊക്കെ അതായിരുന്നു കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവിടെ എൻ്റെ അച്ഛനായിരുന്നു ആദ്യമായിട്ട് അവിടുന്ന് സാധനം വാങ്ങിയത്. അതൊരു ലൈറ്റ്, മിന്നുന്നൊരു ലൈറ്റ് പോലത്തെ ഒരു സാധനം അതായിരുന്നു ഫസ്റ്റ്. അപ്പോൾ കടയിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിയത് ഹസ്ബൻഡിൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് ആ ലഡ്ഡു ഒക്കെ കൊടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഇതവൻ്റെ മോനാണ്.
പിന്നെ അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. അമ്മേൻ്റെ നല്ലൊരു സ്റ്റാർട്ടാവട്ടെ. അപ്പോൾ ബൈ.